ഇന്ത്യയിലെ ദളിതർ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവർ, ചിതറിയവരെന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥരായിരുന്ന ആദിദ്രാവിഡ ഗോത്ര ജനത ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു എന്ന് പറയുമ്പോൾ നാഗവംശജരെന്നറിയപ്പെട്ടിരുന്ന ആ സമൂഹം പിന്നീട് ആര്യന്മാരുടെ ആഗമനത്തിന് ശേഷം അവരുടെ സംസ്കാരവും അവരുടെ പൈതൃകവും നശിപ്പിക്കപ്പെടുകയും ഈ രാജ്യത്ത് ഘോരമായ അടിമത്തത്തിൽ ആകുകയും ചെയ്തു. അങ്ങനെ ഘോരമായ അടിമത്തം അനുഭവിച്ച് ഈ രാജ്യത്തിന്റെ നാനാ മേഖലകളിലും കാളച്ചന്തകളിൽ ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു ലേലം വിളിച്ച് കാളച്ചന്തകളിൽ കാളയെ വിൽക്കുന്നതിന് തുല്യമായി നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അടിമച്ചന്തകളിൽ വിൽക്കുകയും വില വാങ്ങുകയും കൊന്നുകളഞ്ഞാൽ പോലും ചോദിക്കാൻ പറ്റില്ലാത്ത മൃഗങ്ങളെക്കാൾ അല്ലെങ്കിൽ മൃഗതുല്യരായി തന്നെ ഈ രാജ്യത്ത് അടിച്ചമർത്ത ജനത കഴിഞ്ഞുകൂടുകയാണ് ഉണ്ടായത്. അങ്ങനെ കഴിഞ്ഞുകൂടിയ സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിന്റെ മാർഗത്തിന് ഒരു വെളിച്ചം കൊണ്ടുവരുവാൻ ഒട്ടേറെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവ അവതാരങ്ങൾ പല പല രൂപങ്ങളിലും ഭാവങ്ങളിലും അവതാരമെടുത്തു എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഭൂമിയിലെ ഒരു അല്ലെങ്കിൽ ഈ രാജ്യത്തെ ദളിതർക്കിടയിൽ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ അവശ ക്രൈസ്തവ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ദൈവപുത്രനായി ജനിച്ചയാളാണ് മഹാനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. അദ്ദേഹം ഇന്നില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് മൃഗതുല്യരായി കഴിഞ്ഞിരുന്ന നമ്മുടെ പിതാക്കന്മാരുടെ കാട്ടിലും ഘോരമായ അടിമത്തത്തിലേക്ക് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ന് വിട്ടിരുന്ന് പൊതുയോഗം കൂടുവാനോ ഒരു നല്ല മുണ്ടെടുക്കുവാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക്, നമ്മളുടെ പിതാക്കന്മാരുടെ അവസ്ഥയിലേക്ക് നമ്മളും കഴിഞ്ഞുകൂടേണ്ടി വന്നേനെ. അങ്ങനെ നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാക്കുവാൻ, നമ്മളുടെ അവസ്ഥകളിൽ ഒരു വ്യത്യാസമുണ്ടാക്കി ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവപുത്രനായി അവതരിച്ചയാളാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ.